മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി ബില്ല് ലോക്സഭ ഇന്ന് പാസാക്കും. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം സർക്കാർ തള്ളി. ബില്ലിൽ ചർച്ചയ്ക്ക് കൂടുതൽ സമയം വേണമെന്ന് പ്രതിപക്ഷം. സഭയിൽ വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. ബില്ലിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. ലോക്സഭയിൽ ആണവോർജ്ജ ഭേദഗതി ബില്ലിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സജു തോമസ് വിവരങ്ങൾ നൽകാറായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വരണമെന്നുള്ളൊരു ആവശ്യം, അതുപോലെ തന്നെ ചർച്ചയ്ക്ക് കൂടുതൽ സമയം വേണമെന്നുള്ള ആവശ്യമൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് സർക്കാരിന്റെ നിലപാട്? അമൃത, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിലപാടും ഇതുവരെയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിമേൽ ചർച്ചയിൽ കൂടുതൽ സമയം 8 മണിക്കൂറെങ്കിലും ചർച്ചയ്ക്ക് വേണമെന്നാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സമയക്രമം അനുസരിച്ച് അംഗീകരിക്കാമെന്നാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മറുപടിയായി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആണവോർജ്ജ ബില്ലുമേലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രം ഇതിന്റെ പേര് മാറ്റി, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് ഈ പദ്ധതിയെ മാറ്റുന്നത് മൂലം 2005 കോൺഗ്രസ് കൊണ്ടുവന്ന ഈ പദ്ധതിയെ പൂർണ്ണമായിട്ടും ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നത്. അതായത് RSS വൽക്കരണമാണ് ഇതിലൂടെ 2014 മുതൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 2025 ആയപ്പോൾ പ്രാവർത്തികമാക്കി. അതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ബില്ല് JPCക്ക് വിടണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പ്രതിപക്ഷം ലോക്സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ കൂടുതൽ സമയം ചർച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ഇതുവരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആണവോർജ്ജ ബില്ലിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ബില്ലിന്മേലുള്ള ചർച്ച വരെ. എന്തായാലും അതായത് കോൺഗ്രസ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എതിർത്തിരിക്കും. അതോടൊപ്പം തന്നെ NDA മുന്നണിയുള്ള TDP പോലും ഈ ബില്ലിന് ഇപ്പോൾ എതിരാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ ജീവോന്മുഖമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതൽ സാമ്പത്തിക ഭാരം നൽകുന്ന ഒരു ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം അതോടൊപ്പം തന്നെ NDAയിലെ ചില കക്ഷികളും ഇപ്പോൾ വാദിക്കുന്നത്. അമൃത, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.